ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവ് പറ്റി യുവതിക്ക് വോട്ട് നിഷേധിച്ചതായി പരാതി. തൃശൂർ കുർക്കഞ്ചേരി ബോധാനന്ദ സ്കൂളാണ് സംഭവം. ശ്രീത് ശ്രീകുമാരൻ തൃശൂർ ചെയ്തു. ശ്രീത്ത്, എന്താണ് വോട്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത്? ഈ യുവതിക്ക് മിക്സിയിൽ നിന്നാണ് പരിക്കേറ്റത്. മിക്സിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ സ്റ്റിച്ചുണ്ട്. കൃത്യമായ രീതിയിൽ 1 മണി മുതൽ അവർ ഇവിടെ വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവരുടെ ദൃശ്യങ്ങൾ അവർ അല്പസമയം മുൻപ് വരെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടത് നേതാക്കൾ, LDF നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ അവരെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് അകത്തേക്ക് വിളിച്ചിരുത്തിയിരിക്കുന്നത്. 1 മണി മുതൽ അവർ കാരണം പറഞ്ഞത് തീരുമാനമെടുക്കാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. 1 മണി മുതലാണ് ഈ സമയം വരെ, ഏതാണ്ട് 5 മണി കഴിഞ്ഞ സമയത്തിലേക്കാണ് കടക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവിടെ ഇടതു നേതാക്കൾ എത്തിയത്. എന്തായാലും VS സുനിൽകുമാറിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടത്. അദ്ദേഹം ഇവിടെ തന്നെ തുടരുകയാണ്. വോട്ട് ചെയ്യിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ പറയാം? ഞങ്ങൾ ഈ കുട്ടിയെ വോട്ട് ചെയ്യിക്കാതെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. കാരണം ഈ കുട്ടിയുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. 1.5 മണിക്ക് ഈ കുട്ടിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് തർക്കമുണ്ടായിട്ടില്ല. ഈ കുട്ടിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് മറ്റ് പാർട്ടിക്കാർക്ക് സംശയമില്ല. എല്ലാ ഏജന്റുമാർ അംഗീകരിച്ച ശേഷം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ചൂണ്ടുവിരലിൽ മിക്സിയിൽ തട്ടി ഗുരുതരമായി പരിക്ക് പറ്റിയതുകൊണ്ട് അവിടെ ഓപ്പറേഷൻ നടത്തി കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിരലിൽ അവർക്ക് മഷി പുരട്ടാൻ പറ്റില്ല എന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ മഷി പുരട്ടുന്ന വിരല് അവർക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ എക്സ്റേ ഉണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ അതൊന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല, ഇത് അഴിച്ച് കാണിച്ചു കൊടുക്കണം. ടെൻഡർ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ അവർ അനുവദിച്ചില്ല. ഞങ്ങൾ ROയെ ബന്ധപ്പെട്ടു, കലക്ടറെ ബന്ധപ്പെട്ടു. അവർ നിരന്തരം ഈ പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞു എന്റെ ഡിസ്ക്രിപ്ഷൻ ഇടപെടാൻ ആർക്കും അധികാരമില്ല എന്നാണ് പറയുന്നത്. എന്ത് ഡിസ്ക്രിപ്ഷനാണ് ഇതിനകത്തുള്ളത്? ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം നിഷേധിക്കാൻ ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമില്ല. അതുകൊണ്ട് വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം. ഈ ഓഫീസർ നടത്തിയിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് അവരെ സസ്പെൻഡ് ചെയ്യണം. DYSP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ DYSP ശശിധരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും LDF നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ എല്ലാവരും മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. CPM-ന്റെ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാടാകൂടി എന്താണ് പറയുന്നത്? ഇതില് വോട്ട് ചെയ്യാതെ ഇവിടുന്ന് പിരിഞ്ഞു പോണ പ്രശ്നമില്ല. ജനാധിപത്യ രീതിയിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ. അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു 1.5 വയസ്സായ ഒരു കുട്ടി ഇവിടെ 1 മണി മുതൽ ഇവിടെ ബിനോയ് ഷബീർ കൂടി നമ്മോടൊപ്പം ചേരുന്ന AYF-ന്റെ ജില്ലാ സെക്രട്ടറി കൂടി ജില്ലാ പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാൻ എങ്ങനെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കും? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശമല്ല വോട്ട് ചെയ്യാന്നുള്ളത്. ആ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പൊ ആറോ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നിൽക്കുക, അവരൊന്നും പറയുന്നത് കേൾക്കാനില്ല. തന്റെ ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുകയും ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്ന നിലപാടുമായി ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് മാധ്യമപ്രവർത്തകരോട് ഇവിടുന്ന് മാറണമെന്നാണ് പറയുന്നത്. പക്ഷേ ജനാധിപത്യ അവകാശം ഏതാണ്ട് 1 മണി മുതലാണ് 5 മണി വരെയാണ് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോളിംഗ് ബൂത്തിൽ വന്ന് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ഇടത് നേതാക്കൾ പറയുന്നുണ്ട്. പ്രതിഷേധം തുടരുക തന്നെയാണ്. വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുഹൈൽ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാരണം തിരഞ്ഞുപിടിച്ചാൽ നിഷേധിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതിന്റെ പ്രായോഗികത എന്താണ്, യുക്തി എന്തെന്ന കാര്യത്തിലൊക്കെ ഇനിയും നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ചട്ടങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് കൃത്യമായി ഇങ്ങനെ അറുത്തുമുറിച്ച് അത് ഇങ്ങനെ തന്നെ പോകൂ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മനുഷ്യത്വം കൂടി പരിഗണിക്കേണ്ടിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.